സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻസ് ഓഫ് ടു ഓർ മോർ വേരിയബിൾസ് ആണ്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഈ സെക്ഷൻ പഠിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചു വെച്ചേക്കുക. എന്താണ് ഫംഗ്ഷൻസ് ഓഫ് ടു വേരിയബിൾ എന്ന് പറഞ്ഞാൽ, എന്താ ഫംഗ്ഷൻ ഓഫ് വൺ വേരിയബിൾ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഒരു പർട്ടിക്കുലർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുവാണെങ്കിൽ എക്സിൽ നമ്മൾ കുറെ നമ്പേഴ്സ് ഒക്കെ ഇട്ട് കൊടുക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വൈ കിട്ടും അല്ലെ. ഇപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ആണെങ്കിൽ എക്സിന് പകരം നമ്മൾ ഏത് നമ്പർ ഇട്ട് കൊടുത്താലും അതിന്റെ ഇരട്ടിയായിട്ട് ആ ഫംഗ്ഷൻ മാറ്റും അല്ലെ. അപ്പൊ എന്താണ് ഫംഗ്ഷൻ? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൂൾ ആണ്. ആ റൂള് ഒരു പർട്ടിക്കുലർ നമ്പറിനെ വേറൊരു നമ്പർ ആയിട്ട് മാറ്റും അല്ലെ. അപ്പോ ഇവിടെ ഡബിൾ വേരിയബിൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ കണ്ടോ. നമ്മൾ രണ്ട് വേരിയബിൾ ഇവിടെ ഇട്ട് കൊടുക്കും, 1 2 രണ്ട് വേരിയബിൾ ഇട്ട് കൊടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഉത്തരം കിട്ടും. ആ ഒരു ഉത്തരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടു വേരിയബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു റൂൾ ആണ് ദാറ്റ് അസൈൻസ് എ യുണീക്ക് റിയൽ നമ്പർ എഫ് ഓഫ് എക്സ് വൈ ടു ഈച്ച് പോയിന്റ് എക്സ് വൈ ഇൻ സം സെറ്റ് ഡി ഇൻ ദി എക്സ് വൈ പ്ലെയിൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 എന്ന് പറയുന്ന ഒരു പോയിന്റിന് നമ്മൾ യുണീക്ക് റിയൽ നമ്പർ ആയിട്ട് മാറ്റുന്ന പരിപാടിയാണ് ടു വേരിയബിൾ ഫംഗ്ഷൻ അല്ലെ. ഇനി ത്രീ വേരിയബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ 3 വേരിയബിളിനെ ഒരു യുണീക്ക് റിയൽ നമ്പറിലോട്ട് അസൈൻ ചെയ്യുന്നതാണ് ത്രീ വേരിയബിൾ ഫംഗ്ഷൻ. അത്രേ ഉള്ളൂ. ഡെഫിനിഷൻ ഭയങ്കര സിമ്പിൾ ആണ്. ഇനി നിങ്ങൾ എക്സാമ്പിൾ നോക്കിയ ഒരു ടു വേരിയബിൾ ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് y equal to square root of y plus 1 plus logarithm of x square minus y. കേട്ടോ, ഇതൊരു ഇക്വേഷൻ ആണ്. നിങ്ങൾ നോക്കിയേ, നമ്മളിപ്പോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സിന് നമ്മൾ ഏത് നമ്പർ കൊടുത്താലും സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ച് കിട്ടുന്ന ഉത്തരം നമ്മൾ ഇവിടെ എടുത്ത് എഴുതും. ഇപ്പൊ ഞാൻ വേറൊരു ഫംഗ്ഷൻ പറയും, എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഇപ്പൊ എഫ് ഓഫ് 1 2 ഇട്ട് കൊടുത്താൽ 1 + 2 3 ആണ് ആൻസർ എന്നാണ്. ഓക്കെ, അതേപോലെ ഞാൻ ഇക്വേഷൻ ഇവിടെ കൊടുത്തു. ചോദ്യം എഫ് ഓഫ് ഇ സീറോ കണ്ടുപിടിക്കുക. അപ്പൊ ഇ എന്ന് പറയുന്നത് ആദ്യത്തെ അക്ഷരവും അടുത്ത സീറോ എന്ന് പറയുന്നത് രണ്ടാമത്തെ അക്ഷരവും ആയിരിക്കും എപ്പോഴും. നെക്സ്റ്റ് അതിന്റെ നാച്ചുറൽ ഡൊമൈൻ സ്കെച്ച് ചെയ്യാനുള്ളതാണ്. നിങ്ങൾക്ക് സ്കെച്ച് ചെയ്യാൻ ചോദിച്ചില്ലെങ്കിൽ നാച്ചുറൽ ഡൊമൈൻ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. നമുക്ക് എന്തായാലും സ്കെച്ച് ചെയ്യാൻ കൂടി നോക്കാം. നോക്കി, എഫ് ഓഫ് ഇ സീറോ എന്ന് പറയുന്നത് ഈ വാല്യൂവിൽ എക്സിന് പകരം ഇയും വൈക്ക് പകരം സീറോയും കൊടുക്കുക. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് ഇ പ്ലസ് സീറോ പ്ലസ് ലോഗരിതം ഓഫ് ഇ സ്ക്വയർ മൈനസ് സീറോ എന്ന് വരും അല്ലെ. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് ഇ പ്ലസ് സീറോ കണ്ടോ, വൈക്ക് എന്ത് കൊടുക്കുക? വൈ എന്ന് പറയുന്നത് സീറോ ആണ്, 1 എന്ന് പറയും, ഇവിടെ 1 ഇല്ല. സ്ക്വയർ റൂട്ട് ഓഫ് വൈക്ക് പകരം സീറോ കൊടുക്കുക. അപ്പൊ 0 + 1 പ്ലസ് ലോഗരിതം ഓഫ് ഇ സ്ക്വയർ മൈനസ് സീറോ എന്ന് വരും. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 0 + 1 സ്ക്വയർ റൂട്ട് ഓഫ് 1 ആണ്, പ്ലസ് ഇ സ്ക്വയർ മൈനസ് സീറോ ഇ സ്ക്വയർ ആണ്, ലോഗ് ഇ സ്ക്വയർ എന്ന് വരും. സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണ്. ലോഗ് ഇ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം അല്ലെ. എന്താണ് ലോഗ് ഇ സ്ക്വയറിന്റെ അർത്ഥം? ഇയുടെ എത്രാമത്തെ പവർ ആണ് ഈ കിടക്കുന്നതെന്നാണ് ലോഗരിതത്തിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് അറിയാം സെക്കൻഡ് പവർ ആണ്. 1 + 2ന്റെ ആൻസർ എന്താണ്? 3 ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതിന്റെ നാച്ചുറൽ ഡൊമൈൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ കൊച്ചു ക്ലാസ്സുകളിൽ സാധാ ഫംഗ്ഷന്റെ ഒറ്റ വേരിയബിൾ ഉള്ള ഫംഗ്ഷന്റെ ഡൊമൈൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾ നോക്കേണ്ട കുറച്ച് കീ ആൾക്കാരുണ്ട്. ഒന്ന് സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ടിനകത്ത് കിടക്കുന്ന ആൾ എപ്പോഴും എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം. അതൊരു പ്രത്യേകതയാണ്. പിന്നെ ലോഗരിതത്തിനകത്ത് കിടക്കുന്ന ആൾ എപ്പോഴും എന്തായിരിക്കണം അറിയാവോ? ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം. സീറോയേക്കാൾ വലിയ നമ്പേഴ്സ് ആയിരിക്കണം. പിന്നെ 1 ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡൊമൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ 1 സംഭവങ്ങളൊന്നും ഇല്ല, സ്ക്വയർ റൂട്ട് ഉണ്ട് അല്ലെ. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് y + 1 കാണുമ്പോൾ നമ്മൾ എന്ത് പറയും? y + 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം. റൂട്ടിനകത്ത് കിടക്കുന്ന ആൾ എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആയിരിക്കണം. സോ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1 +1 അപ്പുറത്ത് പോകുമ്പോൾ -1 ആയി. അപ്പൊ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആണ്, ഇനിക്വാലിറ്റി ആണ്. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -1. എന്നിട്ട് നമ്മൾ അടുത്ത നോക്കുന്നത് ലോഗ് എക്സ് സ്ക്വയർ മൈനസ് വൈ. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് വൈ എന്ന് പറയുന്നത് എന്താകണം? പോസിറ്റീവ് ആവണം. സോ എക്സ് സ്ക്വയർ മൈനസ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ ആവണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ വൈ ആണെന്ന് പറയാം. സോ നാച്ചുറൽ ഡൊമൈൻ എന്ന് പറയുന്നത് നോക്കിയേ, -1നേക്കാൾ വലിയ ആളാണ് y, വൈനേക്കാൾ വലിയ ആളാണ് എക്സ് സ്ക്വയർ. അപ്പൊ ഇത് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ ഇതാണ് നാച്ചുറൽ ഡൊമൈൻ. ഇത് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. പിന്നെ ഇത് നമ്മൾ ഗ്രാഫ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് നിങ്ങൾ നോക്കുക. എന്താ ചെയ്യുന്നത്? ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഈ രണ്ട് ഇനിക്വാലിറ്റി മാറ്റി ഇക്വാലിറ്റി കൊടുക്കുക. y ഈക്വൽ ടു -1 എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുക. കണ്ടോ, y ഈക്വൽ ടു -1, -1ൽ കൂടെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. നെക്സ്റ്റ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ വരയ്ക്കുക. ഓക്കെ, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു പരാബോളയാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.
ചോദിച്ചാൽ മതി. നോക്കിയേ, y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്താ ഡോട്ടഡ് ലൈൻ ആയിട്ട് വരച്ചേക്കുന്നത്. അതിന്റെ അർത്ഥം ഇവിടെ ഉണ്ട്, ഈ ഉത്തരം ഇവിടെ ഉണ്ട്. y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ല. എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ y മാത്രമേ ഉള്ളൂ. ഗ്രേറ്റർ ദാൻ മാത്രമാകുമ്പോൾ ഡോട്ടഡ് ലൈൻ ഇടണം. ഇവിടെ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ഉണ്ട്, അതുകൊണ്ടാണ് നീട്ടി വരച്ചത്. അപ്പൊ ഈ രീതിയിൽ ഇതിന്റെ ഈ ഒരു റീജിയനിലായിരിക്കും നമ്മളുടെ മൾട്ടി വേരിയബിൾ ഫംഗ്ഷന് ഡൊമൈൻ വരുന്നതെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പൊ ഇതേപോലെ നമ്മൾ ഒരു 3 വേരിയബിൾ ഫംഗ്ഷൻ നോക്കാൻ പോവുക. അപ്പൊ നമ്മൾ നോക്കിയത് 2 വേരിയബിൾ ഫംഗ്ഷൻ അല്ലേ. f of xy z is equal to square root of 1 minus x square minus y square minus z square. ഈ ഒരു ഫംഗ്ഷന്റെ 0, 1/2 മൈനസ് 1/2 വാല്യൂ കണ്ടുപിടിക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നാച്ചുറൽ ഡൊമൈൻ കണ്ടുപിടിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. നമ്മൾ എക്സിന് 0 കൊടുക്കുക, വൈക്ക് 1/2 കൊടുക്കുക, ഇസഡിന് -1/2 കൊടുക്കുക, വാല്യൂ കണ്ടുപിടിക്കുക. ഇതൊരു 3 വേരിയബിൾ ഫംഗ്ഷൻ ആണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സിന് പകരം 0 സ്ക്വയർ മൈനസ് വൈക്ക് പകരം 1/2 സ്ക്വയർ മൈനസ് ഇസഡിന് പകരം 1/2 സ്ക്വയർ. അപ്പൊ 1 എഴുതി, 0 കുറയ്ക്കുമ്പോൾ 0 നമുക്ക് ആവശ്യമില്ല, 1 മൈനസ് 0 1 തന്നെയാണ്. മൈനസ് 1/2 സ്ക്വയർ 1/4, 1/2 സ്ക്വയർ 1/4. ഓക്കെ, -1/4 -1/4 എന്ന് പറയുന്നത് -2/4 ആണ്. ദാറ്റ് ഈസ് -1/2. സോ 1 മൈനസ് 1/2 1/2 വന്നു. സ്ക്വയർ റൂട്ട് ഓഫ് 1/2 മേളത്തിന്റെ റൂട്ട് എടുക്കുമ്പോൾ 1 കിട്ടും, താഴെ √2 കിട്ടും അല്ലെ. ഇനി നാച്ചുറൽ ഡൊമൈൻ കണ്ടുപിടിക്കാൻ ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞല്ലോ. റൂട്ടിനകത്ത് ഒരാളുണ്ടെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ. അപ്പൊ 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഈ മൈനസ് ഉള്ളവരെല്ലാം അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് കിട്ടും. അതിനൊന്ന് തിരിച്ചെഴുതി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് വരും. ആക്ച്വലി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഒരു സ്ഫിയർ ആണ്. നോക്കി, ഇപ്പൊ ഒരു സ്ഫിയർ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു സ്ഫിയർ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ സ്ഫിയറിന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പൊ ആ സ്ഫിയറിന്റെ അടുത്തോ അതിനകത്ത്, സ്ഫിയറിലോ അതിനകത്തോ ഉള്ള പോയിന്റ്സ് ആയിരിക്കും എക്സും വൈ ഇസഡ് എന്ന് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് കോമ വൈ കോമ ഇസഡ് ആർ ഇൻസൈഡ് ദി സ്ഫിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് അത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇത് മാത്രം എഴുതി വെച്ചാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആ സ്ഫിയർ ആണ് എന്ന് കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പൊ ഇനിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക. എക്സാമിന് ചോദിച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, വലിയ കണക്കൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചിരുന്നാൽ മതി. ഇനി ഈച്ച് പാർട്ട് ഡിസ്ക്രൈബ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ എക്സ് വൈ സെഡ് കോർഡിനേറ്റ് സിസ്റ്റം. ഒരുപാട് ഇമ്പോർട്ടന്റ് അല്ല, ചോദിക്കാൻ ചാൻസ് കുറവാണ്. എന്നാലും ടെക്സ്റ്റിൽ ഉള്ളതുകൊണ്ട് പറഞ്ഞു പോവാണ്. ടെക്സ്റ്റിലുള്ള എന്ത് വേണമെങ്കിലും എക്സാമിന് ചോദിക്കും. ഓക്കെ, അപ്പൊ 1 മൈനസ് എക്സ് മൈനസ് 1/2y ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? ഗ്രാഫ് ചെയ്യുക. 3 ഡയമെൻഷണൽ 3 ഡയമെൻഷണൽ പ്ലെയിനിൽ നമ്മൾ വരയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫ് കാണാതെ പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിയേ, ഇതാണ് ഫംഗ്ഷൻ. അപ്പൊ z ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതുക. എഫ് ഓഫ് എക്സ് വൈക്ക് പകരം z ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് 1/2y. ഇവിടെ നിങ്ങൾ എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സ് കൊടുക്കുക, ഇവിടെ y ആക്സ് കൊടുക്കുക, ഇവിടെ z ആക്സ് കൊടുക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? z 0 ആണെന്ന് വിചാരിക്കാം. ഇസഡും 0 ആണ്, എക്സും 0 ആണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഇസഡ് 0 ആണ്, വൈയും 0 ആണ്. അപ്പൊ എനിക്ക് എന്ത് വരും? 1 മൈനസ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1 എന്ന് വരും. കണ്ടോ? അപ്പൊ എക്സ് കോർഡിനേറ്റിൽ 1 മാർക്ക് ചെയ്യുക. ബാക്കി എല്ലാവരും 0 ആകുമ്പോൾ ആക്സിസിലെ പോയിന്റ് ആയിരിക്കും 1 0 0. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പോയിന്റ് ഇസഡിന് 0 കൊടുക്കുക, വൈക്കും എക്സിനും 0 കൊടുക്കുക. അപ്പൊ എന്ത് വരും? 1 മൈനസ് 1/2y ഈസ് ഈക്വൽ ടു 0. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 1 ഈസ് ഈക്വൽ ടു 1/2y, y ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പൊ y ഈക്വൽ ടു എക്സ് 0 ആണ്, y 2 ആണ്, z 0 ആണ്. 0 2 0 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് കിട്ടും. നെക്സ്റ്റ് നിങ്ങൾ ഇസഡിന് മാത്രം ഇത് കൊടുക്കുക, ബാക്കി 2 0 കൊടുക്കുക. എക്സും y 0 ആണെങ്കിൽ z ഈക്വൽ ടു 1 എന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 0 0 1 എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. ഈ 3 സാധനം അങ്ങോട്ട് യോജിപ്പിച്ചാൽ നിങ്ങളുടെ പടമായി. കണ്ടോ? ഇതാണ് നിങ്ങളുടെ പടം. കണ്ടോ? 3 പോയിന്റും കൂടെ യോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പിരമിഡ് ഷേപ്പിലുള്ള പടമാണ് z ഈക്വൽ ടു 1 മൈനസ് എക്സ് മൈനസ് 1/2y. നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് സ്ക്വയർ റൂട്ട് വരുന്ന ഒരു ഫംഗ്ഷൻ z ഈക്വൽ ടു √1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇത് പോസിറ്റീവ് റൂട്ട് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പുറം ഇപ്പുറം സ്ക്വയർ ചെയ്യുക. അപ്പൊ z സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചേർത്ത് എഴുതുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതൊരു സ്ഫിയറിന്റെ ഇക്വേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പോസിറ്റീവ് റൂട്ട് മാത്രം ആയതുകൊണ്ട് ഇതൊരു അപ്പർ ഹെമിസ്ഫിയറിന്റെ ഇക്വേഷൻ ആയിരിക്കും. നെഗറ്റീവ് റൂട്ട് കൂടി വന്നാലേ താഴെ വരത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. ഈ ഒരു ആക്സിസിൽ നിങ്ങളൊരു സ്ഫിയർ വരയ്ക്കാൻ വേണ്ടി പഠിച്ചു വെച്ചേക്കുക. 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ എഴുതാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. നിങ്ങൾ z ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും?
സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് വരും അല്ലെ. ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന ഒരു കോണിന്റെ ഇക്വേഷൻ ആണ്. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഒരു തലതിരിഞ്ഞിരിക്കുന്ന ഒരു കോണിന്റെ ഇക്വേഷൻ ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ലെവൽ കർവ് എന്താണെന്നാണ് ഈ ഡെഫിനിഷൻ ചോദിക്കുന്നത് കേട്ടോ. ലെവൽ കർവ് എന്താണെന്നുള്ള ഡെഫിനിഷൻ ചോദിക്കുന്നതിനകത്ത് ഒരു ലെവൽ കർവ് എന്ന് പറയുന്നത് ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ ലെവൽ കർവ് എന്ന് പറയുന്നത് അതൊരു എക്സ് വൈ പ്ലെയിനിലെ കർവാണ്. ഓക്കെ, ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷനിലെ ലെവൽ കർവ് എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനിലെ കർവാണ്. വേർ ദ ഫംഗ്ഷൻ takes on a constant value. Okay, a set of level curves for z is equal to f of xy is called a contour plot or contour map. നിങ്ങൾ ഡെഫിനിഷൻസ് നോക്കി വെച്ചേക്കാം. അപ്പൊ സംഭവം എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 3-dimensional സ്ട്രക്ചർ ആണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ ഇവിടെ 3-dimensional ഗ്രാഫ് ആണ്. ഈ ഗ്രാഫിന് നമ്മൾ ഈ ഒരു 1-dimensional അല്ലെങ്കിൽ 2-dimensional പ്ലെയിനിലോട്ട് പ്ലോട്ട് ചെയ്യാൻ പോവാ. ഇതുണ്ടോ, ഇതിന്റെ നിഴലുകൾ ആലോചിക്കുക. ഇതൊരു പോയിന്റ് ആണ്. നെക്സ്റ്റ് അടുത്ത നിഴലെടുക്കുമ്പോൾ അതിങ്ങനെ താഴെ വരുന്നത് വേറൊരു സർക്കിൾ ആയിട്ടായിരിക്കും. വീണ്ടും മേലെടുക്കുമ്പോൾ വേറെ സർക്കിൾ. അതായത് ഈ ഒരു സർക്കിൾ ഉണ്ടോ, ഈ ഒരു സർക്കിളിന് നമ്മളിങ്ങനെ താഴെ പിടിച്ച് ഇവിടെ ഇടും കേട്ടോ. അതിന് മേലുള്ള കുഞ്ഞു സർക്കിളിനെ താഴെ പിടിച്ച് ഇവിടെ ഇടും. ഈ ഒരു സർക്കിളിന് നമ്മൾ പിടിച്ച് താഴെ ഇവിടെ ഇടും. അങ്ങനെ കോൺസ്റ്റന്റ് വാല്യൂസ് വരുന്ന പോയിന്റ്സിനെ എല്ലാം ഒരേപോലെ ഇടും. ഇതൊരു കുന്നാണെങ്കിൽ ആ കുന്നിന്റെ ഒരേ ഹൈറ്റിലുള്ള പോയിന്റ്സിനെ എല്ലാം നമ്മളെടുത്ത് ഒരു കർവ് ആയിട്ട് വരയ്ക്കും. ഓക്കെ, ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷന്റെ എക്സ് വൈ പ്ലെയിനിൽ ആ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് വാല്യൂ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റന്റ് വാല്യൂ ഉള്ള പോയിന്റ്സുകൾ എല്ലാം കൂടെ ചേർത്ത് ഒരു കർവ് ഉണ്ടാക്കിയാൽ ആ കർവിനെയാണ് ലെവൽ കർവ് എന്ന് വിളിക്കുന്നത്. ഈ ലെവൽ കർവുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോണ്ടൂർ പ്ലോട്ട് അഥവാ കോണ്ടൂർ മാപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒരു കോണ്ടൂർ മാപ്പ് നിങ്ങളടുത്ത് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. കെ ഈക്വൽ ടു, ഈ കെക്ക് നിങ്ങൾ ഇസഡിന് പകരം കെ കൊടുക്കുക. അപ്പൊ ഇസഡ് ഈസ് ഈക്വൽ ടു 4x² പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പൊ ഇസഡിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, കെ കൊടുക്കുക. കെക്കുള്ള ഓരോ വാല്യൂസും കൊടുക്കുക. അപ്പൊ 4x² പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്നൊരു ഇക്വേഷൻ കിട്ടും. 4x² പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നൊരു ഇക്വേഷൻ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് കുറെ ഇക്വേഷൻ കിട്ടും. ഞാനിപ്പോ ഒരെണ്ണം മാത്രം കാണിക്കാം. നോക്കിയേ, 4x² പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. അപ്പൊ നമ്മൾ അതിന് എഴുതുന്നത് x² ഡിവൈഡഡ് ബൈ 1/4 പ്ലസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 ഈസ് ഈക്വൽ ടു 1. ഇത് ആക്ച്വലി ഒരു എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. നോക്കി, ഇവിടെ ഒരു എലിപ്സ് വരും. ആ ഒരു എലിപ്സിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ നിങ്ങൾ വലിയ കാര്യമായിട്ട് നോക്കണ്ട, കാരണം നമുക്കത് എലിപ്സ് ഒന്നും പഠിക്കാനില്ല. നിങ്ങൾ ഈ പിക്ചർ മാത്രം നോക്കി വെച്ചാൽ മതി. ഇത് എക്സാമിന് ചോദിച്ചാലും ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും. അപ്പൊ യഥാർത്ഥ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അതിന്റെ കോണ്ടൂർ മാപ്പ് വരുന്നത് ഈ ഒരു രീതിയിലുള്ള പടമായിരിക്കും. 1 വരുമ്പോൾ കുഞ്ഞൊരു എലിപ്സ് ആയിരിക്കും. പിന്നെ ആ എലിപ്സ് വലുതായി വരും. 0 ആകുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് മാത്രമായിരിക്കും. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ നോക്കി വെച്ചേക്കുക. നമ്മുടെ എക്സാമിന് അങ്ങനെ ചോദിക്കാൻ ചാൻസ് കുറവാണ്. ചോദിച്ചാലും ഈ ചോദ്യം തന്നെയായിരിക്കും ചോദിക്കുന്നത്. നെക്സ്റ്റ് ലെവൽ സർഫസ് ആണ്. ലെവൽ സർഫസ് ഓഫ് എ മൾട്ടി വേരിയബിൾ ഫംഗ്ഷൻ വിത്ത് എ കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ 3-dimensional ഫിഗറിനെ കണ്ടോ 2-dimensional ഫിഗറിലോട്ട് മാറ്റി കർവ് ഉപയോഗിച്ച്, അതാണ് ലെവൽ കർവ് എന്ന് പറയുന്നത്. ഇനി ഒരു 4-dimensional പടം ഉണ്ടെന്ന് വിചാരിച്ചു നോക്കി, നമുക്കത് വരയ്ക്കാൻ പോലും പറ്റത്തില്ല അല്ലെ. പക്ഷേ ഈ 4-dimensional പടത്തിനെ നമുക്ക് ഇതേപോലെ സർഫസ് ആക്കി 3-dimensional കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് സം x² പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണെന്ന് പറയുന്നു. അപ്പൊ ഇതിന് എനിക്ക് ഒരിക്കലും ആ ഒരു ഇത് ഗ്രാഫ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നമ്മളുടെ ലെവൽ കർവിന്റെ ഐഡിയ എടുത്ത് ഇവിടെ ഉപയോഗിക്കും. അതായത് കെ ഈക്വൽ ടു സം 0 ഈസ് ഈക്വൽ ടു x² പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഒരു കർവ് കിട്ടും. 1 ഈസ് ഈക്വൽ ടു ഇത് വേറൊരു കർവ് കിട്ടും. 2 ഈസ് ഈക്വൽ ടു ഇത്, 3 ഈസ് ഈക്വൽ ടു ഇത് വേറൊരു കർവ് കിട്ടും. അപ്പൊ ഇതൊക്കെ നമുക്ക് കോണ്ടൂർ മാപ്പ് ആണ്. പക്ഷേ x² പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ എന്ന് പറയുന്നത് അഗെയിൻ 3-dimensional പോകുന്ന ഒരു പടമാണ്. സോ ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷനെ ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് കെ കൊടുത്തിട്ട് നമ്മൾ സ്പേസിൽ വരയ്ക്കുന്ന സാധനമാണ് എന്ത്, ലെവൽ സർഫസ്. മറ്റേത് കർവ് ആക്കുമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ സർഫസ് ആക്കുവാണ്. അപ്പൊ നിങ്ങൾ ഈ ഡെഫിനിഷൻ ജസ്റ്റ് നോക്കി വെച്ചേക്കുക. അതിന്റെ കൺസെപ്റ്റ് വൈസ് ഒരുപാട് നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും ഡെഫിനിഷൻ കൃത്യമായിട്ട് നോക്കി വെച്ചേക്കുക. എക്സാമിന് ചോദിക്കും ലെവൽ സർഫസ് എന്താണ്, ലെവൽ കർവ് എന്താണെന്ന് എക്സാമിന് ചോദിക്കും. ജസ്റ്റ് ആ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. പിന്നെ ആ ഫംഗ്ഷന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതും ഡൊമൈൻ കണ്ടുപിടിക്കുന്നതും പഠിച്ചു വയ്ക്കുക. അത്രയൊക്കെ ഉള്ളൂ ഈ സെക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക.